മാതാവിനും തിരുക്കുമാവിനും 1000 നന്ദി. എൻ്റെ പേര് സജിത. ഞാൻ പത്തനംതിട്ടയിൽ നിന്നും വരുന്നു. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാൻ എൻ്റെ കുടുംബമായിട്ട് 2 വർഷമായിട്ട് മസ്കറ്റിൽ താമസിക്കുക. എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്. ഞാൻ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നവംബറിൽ ഞാനൊരു പുതിയ ജോലിക്ക് ശ്രമിക്കുകയും അമ്മയുടെ ഉടമ്പടി തൈലവും അമ്മയുടെ രൂപവും വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് പുതിയൊരു ജോലി കിട്ടി. ആ ജോലിക്ക് കയറുന്നതിന് മുന്നേ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത്. അമ്മ എൻ്റെ തീരുമാനം ശരിയായിരിക്കണമേ, ഞാൻ ഈ ജോലിക്ക് കയറുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ഭാഗമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് നേരത്തെ തന്നെ മസ്കറ്റിൽ നിന്ന് ഇന്ത്യയിലെത്തി. കമ്പനിയിൽ നിന്ന് ലാപ്ടോപ്പൊക്കെ കളക്ട് ചെയ്തു, ജോലി ആരംഭിച്ചു. കമ്പനി പൂനെയിലാണെങ്കിലും എൻ്റെ ക്ലയൻറ്റ് അമേരിക്കൻ ബാങ്കാണ്. സോ ഞാൻ ജോലിയെല്ലാം ആരംഭിച്ചു. നവംബറിൽ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഡിസംബറിൽ എൻ്റെ ഫാമിലി, കുഞ്ഞും ഹസ്ബൻഡും മസ്കറ്റിൽ നിന്ന് വന്നു. ജനുവരിയിൽ ഞങ്ങൾ തിരിച്ചു പോകാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജോലിക്ക് കയറുമ്പോഴേ ഞാൻ കമ്പനിയിൽ ക്ലയൻറ്റിൻ്റെ അടുത്തും കൺസൾട്ടൻസിയിലും എല്ലാം പറഞ്ഞതാണ്, ഞാൻ മസ്കറ്റിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്, ഇന്ത്യയിൽ നിന്നല്ല, എനിക്ക് മസ്കറ്റിൽ നിന്നാണ് വർക്ക് ഫ്രം ഹോം വേണ്ടതെന്ന്. ജനുവരി 7-ാം തീയതി തിരിച്ചു പോകാൻ ടിക്കറ്റ് എല്ലാം എടുത്തു. ജനുവരി 6-ാം തീയതി കമ്പനിയിൽ ലീവ് ചോദിച്ചപ്പം കമ്പനി എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നോ വർക്ക് ചെയ്യാനുള്ള പെർമിഷനേ ഉള്ളൂ, മസ്കറ്റിൽ നിന്ന് പെർമിഷൻ ഇല്ല എന്ന്. ഞാൻ ഒരുപാട് വിഷമിച്ചു. ഒരുപാട് കഴിഞ്ഞൊരു മാസം എന്ന് പറയുന്നത് എനിക്കറിയില്ല എങ്ങനെ ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോയെന്ന്. ഞാൻ അമ്മ മാതാവിനെ വിളിക്കാത്ത ഒരു നേരം പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം പറഞ്ഞു, ബാങ്ക് അങ്ങനെ ഇതുവരെ ആർക്കും പെർമിഷൻ കൊടുത്തിട്ടില്ല, ഇന്ത്യയിൽ നിന്നുള്ള എംപ്ലോയീസ് മാത്രമേ ഇവിടെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന് മാത്രമേ ഒരു പെർമിറ്റ് ചെയ്യാറുള്ളൂ. ഓസ്ട്രേലിയയിൽ നിന്നൊരു എംപ്ലോയി ഇന്ത്യയിലേക്ക് വന്നാൽ പോലും അവർക്ക് ലീവ് എടുത്ത് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. ആ ദിവസങ്ങളിൽ അവർക്ക് ഇന്ത്യയിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് വിശ്വാസമായിരുന്നു, എനിക്ക് പെർമിഷൻ കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. പക്ഷേ എനിക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ വന്നു. ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. അമ്മ മാതാവിനോട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ ജനുവരി 6-ാം തീയതി അപ്രൂവലിന് കൊടുത്തതാണ്, ഇതുവരെ ഒന്നും ആയില്ല, ഇന്ന് ജനുവരി 25-ആയി. അമ്മേ ജനുവരി 30-ന് മുന്നേ എനിക്ക് അപ്രൂവൽ കിട്ടണം, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് തിരിച്ചു പോകാൻ പറ്റണം, അവളവിടെ തന്നെ ഉള്ളൂ, അവർ രണ്ടും അവിടെ തന്നെ ഉള്ളൂ, എനിക്ക് തിരിച്ചു പോകാൻ പറ്റണം, എനിക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടണമെന്നും പറഞ്ഞ് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും രാവിലെ ഞാൻ പ്രഭാത പ്രാർത്ഥനയാണെങ്കിലും സായാഹ്ന പ്രാർത്ഥനയാണെങ്കിലും ഞാൻ മുടക്കാറില്ല. ഞാൻ ബൈബിള് വായിക്കാറുണ്ട്. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കൺസൾട്ടൻസി നല്ല കൺസൾട്ടൻസിയാണ്. എന്ത് കാര്യങ്ങൾ നമ്മൾ അപേക്ഷിച്ചാലും അവർ എന്ത് കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്താലും അവരെല്ലാം പെട്ടെന്നാണ് റെസ്പോൺസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ചോദിക്കുമ്പോൾ മാത്രം അവരുടെ റെസ്പോൺസ് ഭയങ്കര ഡിലേ ആയിരുന്നു. അപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇവർ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ റെസ്പോൺസ് തരുന്നത്, ഒന്നും ആയിട്ടില്ല, ഒരു അപ്രൂവലും ആയിട്ടില്ല എന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ 29-ാം തീയതി രാവിലെ ഞാൻ ചോദിക്കാതെ തന്നെ അവരുടെ ഭാഗത്തു നിന്നൊരു റെസ്പോൺസ് വന്നു, നമ്മുടെ റിക്വസ്റ്റ് അപ്രൂവലിന് പോയിട്ടുണ്ട്, നമുക്ക് ഇന്നോ നാളെയോ ഒരു റിപ്ലൈ കിട്ടും, പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും എന്നവർ പറയുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ കൊളീഗ്സ് എല്ലാം പറഞ്ഞതില്ല, കിട്ടില്ല, അങ്ങനെ GCC കൺട്രീസിൽ നിന്ന് അവർ അപ്രൂവൽ കൊടുക്കാറില്ല, അത് സെക്യൂരിറ്റിയുടെ ഭാഗമാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. സോ ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു, അമ്മ ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ, എനിക്ക് 30-ാം തീയതി തന്നെ ഒരു റെസ്പോൺസ്, അതും പോസിറ്റീവ് റെസ്പോൺസ് തന്നെ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 30-ാം തീയതി ഉച്ചയായിട്ട് ഒരു റെസ്പോൺസും ഇല്ല. ഞാൻ 30-ാം തീയതി ഉച്ചയായപ്പോൾ ഞാൻ മാനേജറിന് മെസ്സേജ് ഇട്ടു, കമ്പനിയുടെ ഭാഗത്ത് ഒന്നുകൂടെ ഫീഡ്ബാക്ക് എടുക്കണം, എന്തായി റെസ്പോൺസ് ഒന്നൊന്ന് കളക്ട് ചെയ്യണം. ആ നിമിഷം തന്നെ മാനേജർ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, സോറി സജിത, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, സജിതയ്ക്ക് ട്രാവൽ ചെയ്യാൻ, സജിതയ്ക്ക് മസ്കറ്റിലിരുന്ന് വർക്ക് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്, സജിതയ്ക്ക് എന്ന് വേണേലും ഇനിയും പോകാം, ടിക്കറ്റ് എടുത്ത് പോയിക്കോളൂ. അങ്ങനെ എനിക്ക് അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് മസ്കറ്റിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. എനിക്ക് ഫെബ്രുവരി 8-ാം തീയതി പോകാനുള്ള അനുവാദവും കിട്ടി. ഇത് നോർമലി ഇത് അമ്മ മാതാവ് ഇടപെട്ടത് തന്നെ കിട്ടിയതാണ്. കാരണം ബാങ്കിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഇതുവരെ ആരും GCC കൺട്രി ഇരുന്ന് വർക്ക് ചെയ്തിട്ടില്ല. നോർമലി എല്ലാ എംപ്ലോയീസും ഇന്ത്യയിൽ ഇരുന്നു, ഓസ്ട്രേലിയയിൽ ഇരുന്നു, ഓഫ് ഷോറിലും ഓൺ ഷോറുമായിട്ടും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അതുപോലെ ഞാൻ കഴിഞ്ഞ ജനുവരി 25-ാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയെന്ന് രാത്രി ഉറങ്ങാൻ നേരം ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാട്ടിത്തരണേ, എല്ലാവർക്കും അടയാളങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, പക്ഷേ എനിക്ക് മാത്രം ഒന്നും വരുന്നില്ല, അമ്മ എൻ്റെ സ്വപ്നത്തിൽ വരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കിടന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ഇന്നും അമ്മ എൻ്റെ സ്വപ്നത്തിൽ വന്നില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഓർമ്മ വന്നു, ഇല്ല, എനിക്ക് മെയിൽ വന്നു, അപ്രൂവൽ വന്നതായിട്ട് എനിക്ക് മെയിൽ വന്നു, എനിക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നം കണ്ടതായിട്ട് ഞാൻ അന്നേരമാണ് ഓർക്കുന്നത്. സോ ഇതെല്ലാം അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ്.
ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി പേപ്പറൊക്കെ ആണെങ്കിലും ആവശ്യമുള്ളവർക്കും മീൻസ് ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും ഒക്കെയാണ് കൊടുക്കുന്നത്. ഇവിടുത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വഴിക്ക് സാധാരണ കച്ചവടക്കാരെ കാണുവാണെങ്കിൽ, ചെറിയ ചെറിയ കുഞ്ഞ് കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കാണുവാണെങ്കിൽ അവർക്ക് ഞാൻ ആഹാരങ്ങളൊക്കെ വാങ്ങിച്ച് കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് ആഹാരങ്ങൾ കൊടുക്കാറാണ്. അനാഥാലയത്തിന് ഞാൻ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാറുണ്ട്. വസ്ത്രങ്ങളൊക്കെ ആണെങ്കിലും പാവപ്പെട്ട ആളുകൾക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ഒരിക്കൽ കൂടി അമ്മ മാതാവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കീർത്തനങ്ങൾ 34